Namaskaram. Welcome to my channel Food for my wife. നമ്മളെ 2020 അവസാന ദിവസമായ ഡിസംബർ 31. അപ്പോൾ ഇന്ന് ഞാൻ അവസാനമായിട്ട് ഈ വർഷത്തെ വീഡിയോ ലോഡ് ചെയ്യുന്നത് ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ, എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്നവർ, എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബിൽ ഒന്ന് അമർത്തുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലും അമർത്തുക. അതുപോലെ എൻ്റെയും എൻ്റെ ചാനലായ ഫുഡ് ഫോർ മൈ വൈഫിൻ്റെയും പേരിൽ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും അകപഴിഞ്ഞ നന്ദി. അതോടൊപ്പം ഏവർക്കും പുതുവത്സര ആശംസകൾ ഞാൻ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ 2021. All the best wishes for successful for your life and enjoyable for your life. Thank you. അത് നമ്മളിന്ന് 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെത്തേക്ക് 1/4 കപ്പ് തൈര്, ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ, അതേപോലെ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച്, ഇത് കണ്ട ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നല്ലപോലെ നാടിക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ആവണം. ഞങ്ങളിതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. കൂടുതലുണ്ട്, 1 ടേബിൾ സ്പൂൺ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. ഒരു കപ്പ് കടലമാവ് അത് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. വല്ല പൊടിയെല്ലാം ഉണ്ടെങ്കിൽ കട്ടായിട്ട് കിടക്കില്ല, അപ്പോൾ അതൊക്കെ നമുക്ക് വേർതിരിക്കാനാണ്. അത് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് കളയാം. കോൺഫ്ലവർ 2 ടീസ്പൂൺ, ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഇത് ചേർക്കാൻ ഞാൻ ഇവിടെ 1 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ 1 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില. ജീരകം വറുത്ത് പൊടിച്ചത് 1 പിഞ്ച്, പേരിന് വേണ്ടി മാത്രം എടുത്താൽ മതി. മസാലപ്പൊടി ഗരം മസാല, അതും ഒരു ലേശം, 1 പിഞ്ച്. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഇതാ കണ്ട. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം. കായപ്പൊടി 1 ലേശം,
രുചിക്കനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ മിശ്രിതം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. 2-3 ദിവസം ഞാൻ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നില്ലേ, ഉണ്ണിയപ്പം ചട്ടിയിലാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എണ്ണ ചൂടായി ഇനി നമുക്ക് എടുത്തിടാം. ചെറിയ ചെറിയ ഉണ്ടകളൊക്കെ ഇടാവും. അപ്പോൾ ഇത് നമ്മൾ മറിച്ച് കൊടുത്തു, ഫ്രൈ ആയി. ഇനി നമുക്കിതിനെ മാറ്റാം. കുറച്ച് എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ ഇതിന്, കണ്ടില്ലേ? നമുക്കിതിനെ മാറ്റാം. കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ, കണ്ടില്ലേ? നമുക്ക് അടുത്തതും കൂടെ ഇതേപോലെ എടുത്തിടാം. അപ്പോൾ ഇത് ഉരുട്ടപ്പോൾ കയ്യിൽ എണ്ണ അയച്ചു പോകണം.